you don't have good marks in science subjects. ഓൾഡ് ജനറേഷൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചു, പരീക്ഷ എഴുതി, അങ്ങനെയാണ് നമ്മൾ പാസ്സായി. നമ്മുടെ സിലബസ് എവരി 5 ഇയർ അവർ ചേഞ്ച് ചെയ്യും, എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ്. UAE ഗവൺമെൻറ്റിനെ എനിക്ക് ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യണം. അവർ ഈ റീസെൻ്റ്ലി അവർ സ്റ്റാർട്ട് ചെയ്ത സ്കിൽസ് UAE എന്നുള്ള ഒരു ആപ്പ് തന്നെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പേരൻസിനാണ് കൂടുതൽ പ്രഷർ കുട്ടികളെക്കാളും. അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് മിക്ക വീടുകളിലും ഒരു യുദ്ധക്കടമാണ് കേട്ടോ. അപ്പം അനേകം കുട്ടികൾക്ക് നല്ല കരിയർ ഡെവലപ്മെൻറ്റ്, കരിയർ സ്കിൽസ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ അവരെ ഗൈഡ് ചെയ്യുകയും കൗൺസിൽ ചെയ്യുകയും ചെയ്ത് ദുബായ് ഒരു UAE ഒരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാനാണ് അവർ. There are 3 areas. One is academic qualification, another one is vocational qualification, another one is a professional qualification. We teach vocational qualification. Good morning once again. Welcome back home. 92.2 FM-ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ ഇന്നൊരു വ്യാഴാഴ്ച എൻ്റെ കൂടെ ഇവിടെ 2 വ്യക്തികൾ കൂടെ എൻ്റെ കൂടെ ഇന്ന് ഓൺ എയറിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ 2 വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് ഞാൻ വേറിട്ടൊരു അനുഭവമാണ് ഇവരിൽ നിന്ന് ഞാൻ ഇവരുടെ പ്രൊഫൈൽ ഞാൻ കണ്ടപ്പോൾ തന്നെ അറിയുന്നത്. ദുബായിൽ പ്രവർത്തിക്കുന്ന എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന്റെ എല്ലാമായ ബെന്നി വർഗീസ്. നമസ്കാരം. ഗുഡ് മോർണിംഗ് സാർ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? Good morning. Thank you for inviting us. സാർ ഡയറക്ടറാണ്. അതുപോലെ തന്നെ റീബ മറിയം ജോൺ നമ്മുടെ കൂടെ 2 പേര്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് അക്ഷയ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വളരെ നന്നായിരിക്കും. നിങ്ങൾ 2 പേരും ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് രാവിലെ ഇവിടെയൊക്കെ വന്നിരിക്കുന്നത്. റീബ മാം ഹെഡ് ഓഫ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ദുബായിയുടെ ഹെഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു എഡ്യൂക്കേഷൻ സംബന്ധിച്ച് നമുക്കറിയാം എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് എഡ്യൂക്കേഷൻ എന്ന്. പക്ഷേ ഇന്ന് ആ എഡ്യൂക്കേഷനിൽ പല ധാരണകളില്ലാതെയും പല ആളുകൾ, പല കുട്ടികൾ ചൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. എനിക്ക് എൻ്റെ സ്കില്ലിന് ശരിയായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണോ ഞാൻ പോകുന്നത്, അതോ ഇനി ഞാൻ ഈ എഡ്യൂക്കേഷൻ എടുത്തിട്ട് എനിക്ക് കാര്യമുണ്ടോ, ഇതല്ലാതെ വേറെ ഓപ്ഷൻസ് ഉണ്ടോ, ഇതൊന്നും ആർക്കും അറിയുന്നില്ല. അപ്പോൾ എന്താണ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ദുബായ് എന്ന് പറയുന്നത്? എന്താണ്? അക്ഷയ് പറഞ്ഞത് കറക്റ്റാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പലരും എഡ്യൂക്കേഷനെ പറ്റി കറക്റ്റായിട്ടൊരു വിചിന്തനം ചെയ്തിട്ടല്ല കുട്ടികളെ കോളേജുകളിലേക്ക് വിടുന്നത്. അവരെടുക്കുന്ന സബ്ജക്റ്റ് അവർ ഡിസൈഡ് ചെയ്യുന്നത് ചിലപ്പം 10th കഴിയുമ്പോഴാണ് അവരുടെ സബ്ജക്റ്റ് ഏത് വേണമെന്നുള്ള അവർ തന്നെ ഡിസൈഡ് ചെയ്യുന്നു. അവരുടെ ബേസ്ഡ് ഓൺ ദ മാർക്കിന് അനുസരിച്ച്, സ്കൂളിലെ മാർക്ക് അനുസരിച്ചാണ് ഓരോരുത്തരും ഓരോ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് അങ്ങ് പോവുകയാണ്. അല്ലാതെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസിലല്ല അവർ പോകുന്നത്. ഇത് സ്കൂളാണ് കൊടുക്കുന്നത് അവർക്ക്. ഓക്കെ, യു ടേക്ക് കൊമേഴ്സ് ബിക്കോസ് യു ഡോണ്ട് ഹാവ് ഗുഡ് മാർക്സ് ഇൻ സയൻസ് സബ്ജക്ട്സ്. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ കൂടെയാണ് നമ്മുടെ ട്രഡീഷണൽ സ്കൂളിംഗ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിതിനെ ഒന്ന് മറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കുട്ടികളുടെ സ്കിൽസ് എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വലി ഈ സ്കിൽസ് ബേസ്ഡ് ആയിരിക്കണം അവരുടെ എഡ്യൂക്കേഷൻ ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കേണ്ടത്. ഓൾഡ് ജനറേഷൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചു, പരീക്ഷ എഴുതി, അങ്ങനെയാണ് നമ്മൾ പാസ്സായി, ഒക്കെയാണ് നമ്മൾ അടുത്ത ഒരു ലെവലിലോട്ട് ഗ്രാജുവേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നത്. എന്നിട്ടും നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ ജോലി കിട്ടണമെങ്കിൽ നമുക്ക് എവിടെ ചെന്ന് CV കൊടുത്താലും അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ സ്കിൽസ് അവർ ബ്രഷപ്പ് ചെയ്തിട്ടില്ല. അവർക്ക് വീണ്ടും ടൈം വേണം. അടുത്ത ഒരു 2 വർഷം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ അവരൊരു ആ കരിയർ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ട്, ഓൾമോസ്റ്റ് എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ജേണി പറഞ്ഞു കഴിഞ്ഞാൽ 90s സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് ഓൾമോസ്റ്റ് 30 ഇയേഴ്സോളം ഞാൻ UAE-യിലുണ്ട് ഇപ്പം. അപ്പം അനേകം കുട്ടികൾക്ക് നല്ല കരിയർ ഡെവലപ്മെൻറ്റ്, കരിയർ സ്കിൽസ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ അവരെ ഗൈഡ് ചെയ്യുകയും കൗൺസിൽ ചെയ്യുകയും ചെയ്ത് അവർക്ക് നല്ല മേഖലകളിലേക്ക് പോകാനുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുത്ത് ഒരു പരിചയം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത്. ഞങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പം ബ്രിട്ടീഷ് കരിക്കുലമാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എക്സാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഞാനതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്. എക്സാം ഇല്ലാതെ എങ്ങനെയാണ് അവർക്കൊരു ബ്രിട്ടീഷ് കരിക്കുലം അവർക്ക് മുന്നേറാൻ പറ്റുന്നത് എന്നുള്ളതാണ് വലിയ. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അസസ്മെന്റും കാര്യങ്ങളും എങ്ങനെയാണ് പോകുന്നത്? നമ്മുടെ സിലബസ് എവരി 5 ഇയർ അവർ ചേഞ്ച് ചെയ്യും, എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ്. ഇപ്പം ഒരു കുട്ടിക്ക് ഇന്നിപ്പം നമുക്കറിയാമല്ലോ ഇന്ന് എന്താണ്, ഇന്ന് തിയറി അല്ല നമുക്ക് ആവശ്യം കുട്ടികൾക്ക്, അവർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. 100% തിയറി നമ്മുടെ ഒരു ഫിംഗർ ടിപ്പിൽ നമുക്ക് കിട്ടും. എന്ത് തിയറി, എന്തിനെ പറ്റി, ഏത് ഒരു ഹിസ്റ്ററി ആണോ, എന്ത് വേണമെങ്കിലും നമ്മൾ ഓൺ ദ സ്പോട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇതാണ് നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് UAE ഗവൺമെന്റിനെ എനിക്ക് ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യണം.
അവർ ഈ റീസെൻ്റ്ലി അവർ സ്റ്റാർട്ട് ചെയ്തത് സ്കിൽസ് UA എന്ന് പറഞ്ഞ ഒരു ആപ്പ് തന്നെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ശരി. അവർക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ഏത് സ്കിൽസ് വേണമെങ്കിലും അവർക്ക് പഠിക്കാനും ഫ്രീ ആയിട്ട് പഠിക്കാനും ഉള്ള ഓപ്ഷൻസ് അവർ കൊടുക്കുന്നുണ്ട്. ശരി. ഇവന് റീസെൻ്റ്ലി അവരുടെ ഒരു 2030 വിഷൻ അവർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് അവർ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദുബായ് ഒരു UAE ഒരു ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാനാണ് അവരുടെ വിഷൻ. അതാണ് മെയിനായിട്ട്. അതുകൊണ്ട് എനിക്ക് നോക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 30 വർഷം കൊണ്ടുള്ള ചേഞ്ചസ് ഇറ്റ്സ് എ ഹ്യൂജ്. ബിക്കോസ് ഞാൻ കടന്നു വന്ന സമയത്തൊക്കെ ആകെ 2-3 യൂണിവേഴ്സിറ്റീസേ ഉള്ളായിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ യൂണിവേഴ്സിറ്റികൾ ആണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഐ ക്യാൻ സേ മോർ ദാൻ 15 യൂണിവേഴ്സിറ്റീസ് ബ്രാഞ്ച് ക്യാമ്പസ് ഈവൻ ദുബായിൽ തന്നെ ഉണ്ട്. അത് ഇന്റർനാഷണൽ ക്യാമ്പസുകൾ അവർ ബ്രാഞ്ച് ക്യാമ്പസ് ഓപ്പൺ ചെയ്തിരിക്കുക. അപ്പൊ ഇവിടൊക്കെ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾക്ക് തൊഴിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ സത്യമാണ്. അതെ, പഠിച്ചു സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളത് കൊണ്ട് തൊഴിലായില്ല. തൊഴിലിൽ നമ്മൾ ട്രെയിൻ ചെയ്യണം. ഇതിന് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് ആക്ച്വലി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ്. There are 3 areas. One is academic qualification, another one is vocational qualification, another one is a professional qualification. We teach vocational qualifications, which നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ ഒരു ബേസിൽ തുടങ്ങിയിരിക്കുന്ന എല്ലാവരും. അതായത് 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് അപ്പൊ നിങ്ങളുടെ മേഖല സ്റ്റാർട്ട് ചെയ്യുന്നത്? 10ാം ക്ലാസ് തുടങ്ങുക. നമ്മളിപ്പോ ഒരു കുട്ടിയെ ഒന്ന് മനസ്സിലാക്കാൻ തുടങ്ങണമെങ്കിൽ ആ ഒരു ഏജ് ആകണം. അവന്റെ കരിയർ എന്താണ്, എന്താണ് അവന്റെ അഭിരുചികൾ, എന്ത് സ്കിൽസ് ആണ് ഈ കുട്ടികൾ ഉള്ളത്, ഇത് കണ്ടുപിടിക്കാൻ ആ ഒരു ഏജ് നമുക്ക് ആവശ്യമാണ്. അതാകുമ്പോൾ നമുക്ക് ഈവൻ കുട്ടികൾ 10th കംപ്ലീറ്റ് ചെയ്യാത്ത കുട്ടികൾ വരെ സ്കൂളുകളിൽ നിന്ന് 8th 9th ഒക്കെ കഴിഞ്ഞവര് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അവർക്ക് ഈ എക്സാമിനോട് ഒട്ടും താല്പര്യമില്ല. അപ്പം ഈ ഗ്രേഡിംഗ് സിസ്റ്റം, എക്സാംസ്, അതൊക്കെ അവർക്ക് ഒരു ഭയമാണ് ആക്ച്വലി. അതുകൊണ്ട് അവർ നമ്മളടുത്ത് വരുന്നത് നമ്മൾ അവരെ അഡ്വൈസ് ചെയ്യും. നമുക്ക് ഈക്വലന്റ് ടു 10th ഉണ്ട് അക്കോർഡിംഗ് ടു UK കരിക്കുലം. ഓക്കെ, അത് ഈക്വലന്റ് ടു O level. അപ്പൊ അത് ആ 10ാം ക്ലാസ്സിൽ ഈക്വലന്റ് ടു UK കരിക്കുലം എന്ന് പറയുമ്പോൾ 9th കഴിഞ്ഞിട്ടാണോ? 9th കഴിഞ്ഞിട്ട് വരാം. വന്നു കഴിഞ്ഞാൽ ഈക്വലന്റ് ടു 10th നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 11th and 12th അത് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ വരുമ്പോൾ AS level and A level എന്ന് വരും. എല്ലാ ബ്രിട്ടീഷ് സ്കൂൾസും സെയിം ആണ് ഫോളോ ചെയ്യുന്നത്. അവർക്ക് 2 സിസ്റ്റം ഉണ്ട് സ്കൂളുകളിലെല്ലാം. ഒന്ന് എക്സാം ബേസ്ഡും ഉണ്ട്, ഒന്ന് അസൈൻമെന്റ് ബേസ്ഡും ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് അസൈൻമെന്റ് ബേസ്ഡ് മാത്രമാണ്. അസൈൻമെന്റ്സ്, പ്രോജക്ട്സ്, പിന്നെ അതിന്റെ കൂടെ അവർ ചെയ്യുന്നത് പ്രസന്റേഷൻസ്, അവരുടെ പ്രാക്ടിക്കൽ സ്കിൽസ് മോഡിഫൈ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ശരി. അപ്പോൾ അതായത് നമുക്ക് 9ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിക്ക് 10ാം ക്ലാസ്സിലേക്ക്, പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികൾക്ക് ഈ എക്സാമിനോടുള്ള ഭയം ഇതൊക്കെ മാറാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. അപ്പം പല പാരൻസിനും ഉള്ള ഒരു, ആസ് എ ഡയറക്ടർ ഞാൻ ഹെഡായിട്ടുള്ളൊരു വ്യക്തിയോട് ഞാൻ ചോദിക്കും, പല പാരൻസിനും ഉള്ള ഒരു ഡൗട്ടായിരിക്കാം ഈ എന്ത് ചെയ്യണം 10 കഴിഞ്ഞിട്ട്, +1 +2. ഇപ്പം നിങ്ങൾ പറയുമ്പോഴാണ് പല പാരൻസിന് പോലും ഇത് മനസ്സിൽ വരുന്നത്, ഇങ്ങനൊരു സ്കോപ്പ് ഉണ്ട്, അതും ബ്രിട്ടീഷ് കരിക്കുലം പോലെയുള്ള നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കയ്യെത്താ ദൂരത്തുണ്ട് എന്നുള്ളൊരു കാര്യം. +1 +2 കഴിഞ്ഞു എന്താണെന്നുള്ള ചോദ്യം. അപ്പോൾ എന്താണ് നിങ്ങൾ 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾക്ക് എന്താണ് കൊടുക്കാൻ പോകുന്നത്? ഗ്രേഡ് 10 കഴിയുന്ന കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. ഗ്രേഡ് 12 കഴിയുന്ന കുട്ടികൾക്ക് ഹയർ നാഷണൽ ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. പേരൻസിന്റെ ഏറ്റവും വലിയ വറിയാണ് ആക്ച്വലി കുട്ടികളുടെ ഫ്യൂച്ചർ. പ്രത്യേകിച്ചും എക്സാം, പേരൻസിനാണ് കൂടുതൽ പ്രഷർ കുട്ടികളെക്കാളും. അപ്പൊ എക്സാമിന്റെ സമയത്ത് മിക്ക വീടുകളിലും ഒരു യുദ്ധക്കളമാണല്ലോ. പക്ഷേ ഇവിടെ അങ്ങനത്തെ ടെൻഷൻസിന്റെ ആവശ്യമില്ല. നമുക്ക് എക്സാംസ് അല്ല, അസൈൻമെന്റ്സ് ആണല്ലോ. അപ്പോൾ 10th കഴിയുമ്പോൾ ഫൗണ്ടേഷൻ ഡിപ്ലോമ കോഴ്സസിൽ ഞങ്ങൾക്ക് ബിസിനസ്, എഞ്ചിനീയറിംഗ്, IT, ആർട്ട് ആൻഡ് ഡിസൈനിൽ കോഴ്സസ് ഉണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് നമ്മൾ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. വളരെ ഡിമാൻഡുള്ള ഒരു കോഴ്സാണ്. സാധാരണ നമ്മളിപ്പോൾ ഇന്ത്യൻ സിസ്റ്റത്തിലൊക്കെ ഗ്രേഡ് 12 കഴിഞ്ഞാലാണ്, ഗ്രേഡ് 12 വരെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ പഠിച്ചിട്ട് വേണമല്ലോ, പിന്നെ എൻട്രൻസ് എക്സാം എഴുതി വേണം എഞ്ചിനീയറിംഗിന് പോകാൻ. അതും ഒരു വലിയൊരു സ്ട്രെസ്ഫുൾ ടൈമാണ്. പക്ഷേ ഇവിടെ ഗ്രേഡ് 10 കഴിഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് എഞ്ചിനീയറിംഗ് പാത്വേ ചൂസ് ചെയ്യാം. അത് കോർ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾസ് ആണ് പഠിപ്പിക്കുന്നത്. പിന്നീട് അത് പഠിച്ചു കഴിയുമ്പോൾ ഗ്രാജുവേഷന് നമ്മുടെ UK യൂണിവേഴ്സിറ്റീസിൽ, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിൽ അവർക്ക് എഞ്ചിനീയറിംഗിന് പോകാം. അത് അപ്പോൾ അവർക്ക് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാം, മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് റയർലി വേറെ കരിക്കുലത്തിൽ കാണാറില്ല. നമ്മുടെ ട്രഡീഷണൽ കരിക്കുലത്തിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതാണ്. അതേപോലെ തന്നെയാണ് IT സബ്ജക്ട്സും. കോർ IT പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ വേറെ സബ്ജക്ട്സ് പഠിക്കേണ്ട എന്നുള്ളവർക്ക് IT സബ്ജക്ട്സ് പഠിക്കാം. അതുപോലെ തന്നെ ബിസിനസ്സിലും ആർട്ട് ആൻഡ് ഡിസൈനിലും ഗ്രേഡ് 10 കഴിഞ്ഞാൽ ഡയറക്ട്ലി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഗ്രേഡ് 10 കഴിയുന്നു, ആ ഒരു കുട്ടി ഈ ഒരു പ്രോഗ്രാമിലൂടെ പോകുന്നു. അവർ എത്ര വർഷത്തെ കോഴ്സ്? 2
വർഷത്തെ? ഓൾമോസ്റ്റ് ഒരു 1.5 വർഷത്തെ കോഴ്സ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരാൾക്ക് എഞ്ചിനീയറിംഗിന് പോകണം അല്ലെങ്കിൽ ഒരു IT മേഖലയിലേക്ക് പോകണം. അപ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കും ആ ഒരു മേഖലയിലേക്കുള്ള ആക്സസ് എങ്ങനെയായിരിക്കും, സർട്ടിഫിക്കേഷൻസ് എങ്ങനെയായിരിക്കും? IT എടുത്ത കുട്ടികൾ ഗ്രേഡ് 10 കഴിഞ്ഞ് ഫൗണ്ടേഷൻ ഡിപ്ലോമയിൽ IT എടുത്ത കുട്ടികൾക്ക് പിന്നെ ഹയർ നാഷണൽ ഡിപ്ലോമയിലും IT തന്നെ HND കമ്പ്യൂട്ടിംഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അവിടെ അവർക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പറോ ഡാറ്റ അനലിറ്റിക്സോ AIയോ പല പല സ്പെഷ്യലൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ബിസിനസ് എടുത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് പോകാം, മാർക്കറ്റിംഗ്, HRM, പല ഓപ്ഷൻസ് ഉണ്ട്. ആർട്ട് ആൻഡ് ഡിസൈൻ എടുത്ത കുട്ടികൾക്ക് ഗ്രാഫിക് ഡിസൈൻ, ഇന്റീരിയർ ഡിസൈൻ, ഫാഷൻ ഡിസൈൻ ഈ ഒരു രീതിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് പോകാം. അല്ല, ഇപ്പം ഈ ചോദിക്കുന്ന കൂട്ടത്തിൽ നമുക്കിപ്പം ഇത് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് അവർക്ക് അടുത്ത കോഴ്സിലേക്ക് പറയുന്നു, അത് UAE മാത്രമാണോ സാധ്യതയായിട്ടുള്ളത് അതോ? അല്ല, പുറത്തുള്ള ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിലും പോവാം, ഇവിടെയുള്ള UK യൂണിവേഴ്സിറ്റീസിലും പോകാം. ശരി. അത് ഇത് ഒരു UK ക്വാളിഫിക്കേഷൻ ആണ്, അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് ഉണ്ട്. ശരി. അപ്പോൾ കുട്ടികളുടെ ഇഷ്ടം പോലെ ചൂസ് ചെയ്യാം. ഈ ഒരു കോമൺ ക്വസ്റ്റ്യൻ, ഇപ്പം നമ്മുടെ നാട്ടിൽ വരുന്നതാണല്ലോ ഈ നമ്മൾ 10 +1 +2 അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ്, ഡോക്ടർ അല്ലെങ്കിൽ നഴ്സിംഗ് എന്നുള്ളൊരു ഇതിലേക്ക് പോയി. ഇപ്പോൾ ഈ UK ഇത് അക്രഡിറ്റഡ് ആയി എങ്ങനെയാണ് അവിടുത്തെ ഒരു കൾച്ചർ എങ്ങനെയാണ്, ഒരു എഡ്യൂക്കേഷൻ കൾച്ചർ എങ്ങനെയാണ്? ഇത് മെയിൻലി UK ഗവൺമെന്റിന്റെ പ്രോഗ്രാമാണ്. നമ്മുടെ ആൾക്കാരോട് ഇതൊന്ന് പറഞ്ഞു യോജിച്ച് വരാനായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ സമയമെടുക്കും. ശരിയാണ്, നമ്മൾ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് പേരൻസിനെയാണ്. നമ്മൾ കുട്ടികളോട് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ എൻ്റെ ഒരു കുറച്ച് നാളത്തെ കരിയർ ഈ ലൈഫ് കൊണ്ട് കൗൺസിലിംഗ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ കൂടുതലും ഈ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഏതൊരു മനുഷ്യൻ, ഈവൻ ഞാനായാലും ചിന്തിക്കുന്നത് എൻ്റെ കുട്ടി KG തൊട്ട് 12th വരെ പഠിച്ച് ഇറങ്ങിയിട്ട് വേണം ഡിഗ്രിക്ക് പോയി മാസ്റ്റേഴ്സ് എടുത്ത് ഇങ്ങനെ പോകണം. ഇതാണ് ആ ഒരു കൺസെപ്റ്റാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരൻ്റ് എന്നെ വിളിച്ച്, അവർ ഇവിടുത്തെ ഒരു ഡോക്ടറാണ്, പുള്ളിക്കാരുടെ മോന് വേണ്ടിയിട്ട് ഒരു എൻക്വയറി ചെയ്തു. ഇതുപോലെ മോൻ ഇതുപോലെ പിന്നെ സ്കൂളിൽ പോകുന്നില്ല, അവന് സ്കൂളിൽ പോകണ്ട, അവന് എക്സാം എഴുതണ്ട, ഇങ്ങനെയുള്ള കണ്ടീഷൻ കൊണ്ട് അവൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ കൗൺസിൽ ചെയ്തപ്പോൾ പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞു, ബെറ്റർ ലെറ്റ് ഹിം ഗോ ഫോർ ദിസ് വേ, ഹി ക്യാൻ കംപ്ലീറ്റ് ദ കോഴ്സ് ഈസിലി, ഈക്വൽ ഇൻ ടു 10th and 12th. അപ്പോൾ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഓക്കെ സാറേ ഞാൻ എഗ്രി ചെയ്യുന്നു, ഞാൻ ചെയ്യാം എന്ന്, ഞാൻ മോനെ കൺവിൻസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വിളിച്ച പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്, എൻ്റെ പേരൻസ് കുട്ടിയെ സ്കൂളിൽ നിന്ന് പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല. ഒരു നാട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പേരൻസ് പറഞ്ഞു, അങ്ങനെ ചെയ്യല്ലേ, കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിഡ്രോ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഈ ആൾക്കാരെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇത്രയും ഫ്ലെക്സിബിളായിട്ടുള്ളതും എക്കണോമിക്കലി നമുക്ക് ഫീസ് ആയാലും നമ്മൾ വളരെ കുറവാണ് വാങ്ങിക്കുന്നത്. നമ്മൾ കമ്പയർ ടു UK കരിക്കുലം ഇവിടെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സ്കൂളുകളുണ്ട്, അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് നമ്മൾ കൊടുക്കുന്നത്. ശരി. ഇത് കേൾക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പാരൻസ് എങ്ങനെയായിരിക്കും അവരുടെ ഒരു ക്യാമ്പസ് ലൈഫ് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ? ഞങ്ങളുടെ ക്യാമ്പസ് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. 20+ നാഷണാലിറ്റീസിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ ഇന്ത്യൻസ് ആണ് കുറവ്. മറ്റുള്ള നാഷണാലിറ്റീസ് എളുപ്പം തന്നെ ഇതിന്റെ ഈ കോഴ്സസിന്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും അവർ വരുന്നതും കൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. കുട്ടികൾ കൂടുതലും ഞങ്ങൾ ക്യാമ്പസിൽ തന്നെ അവരെ എൻഗേജ്ഡ് ആക്കി വെക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയി, പിന്നെ അതുപോലെ അവർക്ക് തന്നെ അവിടെ റിക്രിയേഷണൽ സ്പേസസ് എല്ലാം ഉണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഞങ്ങളുടെ സ്റ്റുഡൻസും പ്രിഫർ ചെയ്യുന്നത് 9 to 5 ക്യാമ്പസിൽ തന്നെ സ്പെൻഡ് ചെയ്യാനാണ്. കൂടുതലും ക്ലാസ് റൂം, ഔട്ട്സൈഡ് ക്ലാസ് റൂം ലേണിംഗ് ആണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അവരുടെ ഓവറോൾ പേഴ്സണാലിറ്റിയും കൂടെ ഡെവലപ്പ് ചെയ്യണമല്ലോ. ആ ഒരു സ്കിൽ സെറ്റ് ഇല്ലെങ്കിൽ ഇന്നത്തെ ജോലി സാധ്യതകളൊക്കെ വളരെ കുറവായിരിക്കും അവർക്ക്. അല്ല, ഈ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇതൊരു ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. കാരണം നമുക്കിവിടെ വന്നിട്ടുള്ള ഇത്രയും ടോക്ക് ഷോ ചെയ്യാൻ വന്നിട്ടുള്ളതിൽ വെച്ചൊരു ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് നിങ്ങൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ പറയുന്നത്. എനിക്കൊന്ന് കുറച്ചുകൂടെ കുട്ടികൾക്ക് പലപ്പോഴും നമുക്കൊരു ഈ 4 ചുമരുകളുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് പുസ്തകങ്ങൾ പഠിച്ചു വരുന്നവർക്ക് ഒന്ന് എന്നിട്ട് നിന്ന് സംസാരിക്കാൻ പോലും ഉള്ള കഴിവിനെ ഭയങ്കരമായിട്ട് അല്ലെ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ്? തീർച്ചയായും ഞങ്ങൾക്ക് ധാരാളം ഇന്റേൺഷിപ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സ്കിൽ സെറ്റിനെ കുറിച്ച് പറയുമ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എക്സ്പോഷർ ഇല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ സ്കിൽ സെറ്റ് അക്വയർ ചെയ്യുക? ഇപ്പോൾ നമ്മുടെ കോഴ്സസ് എല്ലാം അസൈൻമെന്റ് ബേസ്ഡ് ആണ്, പ്രസന്റേഷൻസ് ഉണ്ട്, ലൈക്ക് റിസർച്ച് ഓറിയന്റഡ് ആണ്, പ്രൊജക്ട്സ് ഒക്കെയാണ് ചെയ്യുമ്പോൾ അപ്പോൾ പ്രാക്ടിക്കലി കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബെറ്റർ ആവും, പ്രസന്റേഷൻ സ്കിൽസ് ബെറ്റർ ആവും. അതോടൊപ്പം തന്നെ ഇന്റേൺഷിപ്പിന് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കുട്ടി മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കോർപ്പറേറ്റ് വേൾഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളിൽ ഒരു 46% അത്രയും കുട്ടികളുടെ ജോലി ചെയ്യുകയും ഇന്റേൺഷിപ്പ് ചെയ്യുകയും അതോടൊപ്പം തന്നെ
ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇന്നത്തെ കാലത്ത് അതാണ് ആവശ്യം. അല്ലാതെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ജോലി അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ എത്രമാത്രം പിന്നെയും ടൈം എടുക്കും, നമ്മൾ കരിയർ റെഡി ആവുന്നില്ല. അതുപോലെ ഇൻഡസ്ട്രി വിസിറ്റ്സ്, ഞങ്ങൾ റെഗുലർ ആയിട്ട് എവറി 3 months ഇൻഡസ്ട്രി വിസിറ്റ്സ് കൊടുക്കും. കാരണം ആ ഇൻഡസ്ട്രി വിസിറ്റ്സ് ചെയ്യുമ്പോഴാണ് ആ കുട്ടി റിയലൈസ് ചെയ്യുന്നത്, ഇതാണ് റിയൽ ലൈഫ് എന്നുള്ളത്. അല്ലാതെ നമ്മൾ ബുക്കിൽ നിന്ന് എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും യഥാർത്ഥത്തിലുള്ള ഒരു ഇൻഡസ്ട്രി എക്സ്പോഷർ അവർക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസിനെ ഞങ്ങൾ ഇന്റേൺഷിപ്പിന് വിടുമ്പോൾ വെറുതെ നമ്മൾ പറഞ്ഞിരിക്കുന്നില്ല, അവരെ ഗ്രൂം ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത്. എങ്ങനെ ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യണം, CV എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ലിങ്ക്ഡിനിൽ എങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. പലപ്പോഴും വളരെ കാഷ്വൽ ആയിട്ടാണ് ആൾക്കാർ ഇന്റർവ്യൂസിനെ സമീപിക്കുക. അത് ഇവിടെ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഇന്ത്യൻസ് മലയാളികൾക്കൊക്കെ ആ ഒരു അവയർനെസ് വേണം. നമ്മൾ ജോലി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല, അപ്പൊ ആ ഗ്രൂമിങ്ങും നമ്മൾ തീർച്ചയായും കുട്ടികൾക്ക് കൊടുക്കണം. അത് ഞങ്ങൾ ആ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നാഷണാലിറ്റീസ്, എത്ര നാഷണാലിറ്റീസ് കുട്ടികൾ പഠിക്കുന്നുണ്ട്? ഓൾമോസ്റ്റ് 20+ നാഷണാലിറ്റീസ് പഠിക്കുന്നുണ്ട്. ഈ നാട്ടിൽ നിന്ന് വരാറുണ്ടോ ഇവിടെ പഠിക്കാനായിട്ട്? നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, പക്ഷേ ഈ അവയർനെസ് കുറവാണ്. അതാ സത്യമാണ്. അല്ല, ഈ പലപ്പോഴും ഈ പാരന്റ്സിനെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് നമ്മൾ. അതല്ലേ, കുട്ടികളെക്കാട്ടി കൂടുതൽ പാരന്റ്സിന്. എന്താണ് അടുത്തൊരു 5 വർഷം നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയിൽ വരാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? തീർച്ചയായും നമ്മൾ ഈ മോഡേൺ ടെക്നിക്സ് ഓഫ് എഡ്യൂക്കേഷൻ അഡാപ്റ്റ് ചെയ്യണം. അത് പ്രത്യേകിച്ചും ഇന്ത്യൻസിന്റെ ആ ഒരു മെന്റാലിറ്റി, ആ ട്രഡീഷണൽ ക്ലാസ് റൂം അല്ലെങ്കിൽ ആ പഴയ കരിക്കുലം, എക്സാം ഓറിയന്റഡ്, ഇതിൽ നിന്നുള്ള ഒരു കാതലായ മാറ്റം ആവശ്യമാണ്. നമ്മൾ എപ്പോഴും മാർക്ക് കൊണ്ട് മാത്രം കുട്ടിയെ അസസ് ചെയ്യരുത്. കുട്ടി ടാലന്റഡ് ആണ്, കേപ്പബിൾ ആണ്, പക്ഷെ പലപ്പോഴും പേരൻസിന്റെ എക്സ്പെക്ടേഷനിൽ കുട്ടികൾ അവിടെ ശ്വാസം മുട്ടുകയാണ്. അവരുടെ ടാലൻസിന് പുറത്ത് കാണിക്കാനും അവരുടെ ക്രിയേറ്റീവ് സ്കിൽസിനെ കാണിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കണം. സ്കിൽ സെറ്റ് ആണ് ഇനി ഒരു നെക്സ്റ്റ് 5 years, എസ്പെഷ്യലി UAE പോലൊരു കൺട്രിയിൽ വളരെ ആവശ്യമാണത്. അതിൽ നമ്മൾ ബുക്കിഷ് നോളജ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് അത് ഇൻഡസ്ട്രി എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അത് മനസ്സിലാക്കി വേണം കുട്ടികളും പെരുമാറാൻ. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രസന്റേഷൻ സ്കിൽസ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഡിജിറ്റൽ അഡാപ്റ്റബിലിറ്റി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്ലെക്സിബിലിറ്റി, നമ്മളൊരു വർക്ക് സ്പേസിൽ പോയിട്ട് ടീമായിട്ട് ഒരുമിച്ച് പോകാൻ കഴിയില്ല. അതൊക്കെ മിക്കപ്പോഴും ഇന്ത്യൻസിന് എപ്പോഴും ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് വരുന്നുണ്ട്. മറ്റുള്ള രാജ്യക്കാർ എളുപ്പം തന്നെ മിങ്കിൾ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അക്വയർ ചെയ്യണം. പേരൻസിന് അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവണം. ചില പേരൻസ് ചോദിക്കും, ഏത് കോഴ്സ് എടുത്താലാണ് എൻ്റെ കുട്ടിക്ക് എളുപ്പം ജോലി കിട്ടുക? അങ്ങനെ എല്ലാ കോഴ്സ് എടുത്താലും കിട്ടും, പക്ഷേ അത് ആ കുട്ടി പേഴ്സണാലിറ്റി ഈക്വലി അതിനോടൊപ്പം ഡെവലപ്പ് ചെയ്യണം. അതിലാണ് നമ്മുടെ ഫോക്കസ്. ഇനി നമ്മുടെ ഒരു ഫോക്കസ് ഇന്ത്യയിലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. ഈ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷനിലോട്ടുള്ളൊരു മാറ്റം. എപ്പോഴും നമ്മുടെ മുമ്പിൽ മെഡിസിനും എഞ്ചിനീയറിംഗും അല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. സത്യമാണ്. അല്ല, അതിനകത്ത് എല്ലാ കുട്ടികൾക്ക് എക്സൽ ചെയ്യണമെന്നില്ല, അല്ലേ? അത് അവർ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. തീർച്ചയായിട്ടും. ഇപ്പം ബിനി സാർ നമ്മൾ സംസാരിച്ച് പറഞ്ഞ കോട്ടയത്തു നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. സാർ അന്ന് പഠിക്കുന്ന സമയത്ത് ഇല്ലാത്ത എന്തൊക്കെ സംഭവങ്ങളാണ് ഇന്ന് സാറിന്റെ കോളേജിൽ കൊടുക്കുന്നത്? നമ്മൾ പഠിച്ച സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാച്ചിലർ ഡിഗ്രി, ഞാൻ BCom എടുത്ത് പിന്നെ MCom കഴിഞ്ഞിട്ടാണ് നാട്ടിൽ നിന്ന് കയറി വരുന്നത്. ആ കയറി വരുന്ന സമയത്ത് തന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ജോലി കണ്ടുപിടിക്കാൻ. എല്ലാവരെയും പോലെ തന്നെ നമ്മൾ വിസിറ്റ് വിസയിലാണ് വന്നത്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നമ്മൾ അന്ന് BCom ഒക്കെ പഠിച്ചത് 1 രൂപ പോലും കൊടുക്കാതെ പഠിച്ചത്. ഏതാ അത്രയ്ക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആയിരുന്നു നമ്മുടെ നാട്ടിൽ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും. പക്ഷെ ഇന്ന് അതേ BCom ഇവിടെ എക്സാമ്പിൾ പറഞ്ഞ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഈവൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ദുബായിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങണമെങ്കിൽ ഒരു മിനിമം 180,000-200,000 ദിർഹം സ്പെൻഡ് ചെയ്യണം. അതെനിക്കറിയാം. പല ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നത് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. 100,000 BCom പഠിക്കാനുള്ള അതൊരു മിനിമം ഫീസാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത്. അപ്പം പക്ഷെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫീസിനെ കൂടുതൽ അങ്ങനെ നമ്മൾ നോക്കാതെ നമ്മൾ മാക്സിമം അഫോർഡബിൾ ആയിട്ട് നമ്മുടെ ഒരു മീഡിയം ക്ലാസ് നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, ഇവിടെ ഉള്ള ആൾക്കാർ, അവരുടെ മക്കൾക്ക് പഠിക്കാൻ അവരെ നാട്ടിലോട്ട് വിടാതെ ഇവിടെ തന്നെ നിർത്തി പഠിപ്പിക്കാൻ ഉള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പം പെർ ഇയർ 60,000 ഒക്കെ അവരുടെ ഫീസ് ചോദിക്കുന്നത്. അത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഒരു മേ ബി 20,000 പെർ ഇയർ. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ആ ഒരു ലെവലിൽ തീർത്തിട്ട് തേർഡ് ഇയർ നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു സ്കോളർഷിപ്പോട് കൂടിയാണ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഈവൻ തേർഡ് ഇയർ അങ്ങനെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഈ കുട്ടികളെ. അപ്പം സെയിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ അവർക്ക് ബാച്ചിലർ ഡിഗ്രി കൊണ്ട് ഇറങ്ങി വരാൻ പറ്റും. അപ്പോൾ ഒരു കുട്ടി 180 കൊടുക്കുമ്പോൾ ഈ കുട്ടി മേ ബി 80,000 ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്ന ടോട്ടൽ ബാച്ചിലർ ഡിഗ്രി. ഇതാണ് നമ്മൾ എപ്പോഴും നമ്മൾ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എന്തിന് വൈ യു ഹാവ് ടു പേ മോർ? Okay, the same education here, better than that you are getting. Then why you order to pay more? ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴേ ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവര് നാട്ടിലോട്ടൊക്കെ കൊച്ചിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റഡി അബ്രോഡ് ബോർഡുകൾ മാത്രമേ ഉള്ളൂ. പിടിച്ചു വിളിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണ് US, കാനഡ പറഞ്ഞിട്ടുള്ള ബോർഡുകൾ മാത്രമേ. റീസെന്റ് ഞാൻ കണ്ടതാണ്. പക്ഷേ ഈ കുട്ടികളെല്ലാം UK പോകുന്നത് 25 lakhs ഒക്കെ ഈ വർഷം കൊടുത്തിട്ടാണ് അവിടെ പഠിക്കുന്നത്. വീട് പോലും പണയം വെച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അവർക്ക് അറ്റ് ദി എൻഡ് അവർക്ക് എന്താണ് കിട്ടുന്നത്? അവിടെ പോയി ജോലി ചെയ്യുകയാണ് അവർ ഈ കടം വീട്ടാൻ, അല്ലാതെ അവർക്കൊന്നും നേടാൻ പറ്റുന്നില്ല. ഈ ഒരു സിസ്റ്റമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം നമ്മുടെ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് തീർച്ചയായിട്ടും ആക്ച്വലി, അല്ലാതെ നമ്മുടെ ആൾക്കാരുടെ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ഈ എഡ്യൂക്കേഷനെ ഇങ്ങനെ അങ്ങ് ആക്കി കളഞ്ഞത്. പക്ഷെ ഇപ്പം ഇന്ത്യ ഗവൺമെന്റ് ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. അവര് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് അലോ ചെയ്തു. India government. Yes, India. India, more than 11 UK universities, they have started their own campus. Okay, ഗുജറാത്തിൽ തന്നെ 5 യൂണിവേഴ്സിറ്റീസ്, ബോംബെ, ബാംഗ്ലൂർ, ഇങ്ങനെ ഹൈദരാബാദ്, ഇവിടെ എല്ലാം വന്നു കഴിഞ്ഞു. അപ്പം ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ അവരുടെ കരിക്കുലം അവർ ചേഞ്ച് ചെയ്യുന്നു. 4 വർഷത്തെ ഡിഗ്രി ആവുന്നു. നമ്മളൊക്കെ പഠിച്ചത് 3 വർഷം. ഓക്കെ, ഇപ്പം അവർ ചെയ്യുന്നത് ഇതേ സെയിം സിസ്റ്റം. ഫസ്റ്റ് ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ്, സെക്കൻഡ് ഇയർ ഡിപ്ലോമ, തേർഡ് ഇയർ ബാച്ചിലർ ഡിഗ്രി, ഫോർത്ത് ഇയർ ഓണേഴ്സ് ഡിഗ്രി. ഈ ഒരു സിസ്റ്റത്തിലോട്ട് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാലും ഒരുപാട് പേർക്ക് ഇപ്പൊ നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് അവരുടെ ഒരു ഐ ഓപ്പണിംഗ് പോലെയാണ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ. പേര് പോലെ തന്നെ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ അല്ലേ, അത് തന്നെയാണ് നിങ്ങൾ കൊടുക്കുക. എന്തായാലും നമ്മൾ സമയം പോകാറില്ല. എന്താണ് നമുക്ക് അവസാനമായിട്ട് നമ്മുടെ കേട്ടോണ്ടിരിക്കുന്നവരോട് ഈ എഡ്യൂക്കേഷൻ, പാരന്റ്സ് ആയിരിക്കും കേൾക്കുന്ന ഒരു പക്ഷെ കൂടുതൽ, എന്താണ് അവരോട് പറയാനായിട്ടുള്ളത്? എഡ്യൂക്കേഷൻ ഒരിക്കലും ഞാൻ പേരൻസിനോട് പറയാനുള്ള അഡ്വൈസ്, ഈ കുട്ടികളെ കൂടുതൽ സ്ട്രെസ്ഫുള്ളാക്കി പഠിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അവരുടെ ആഗ്രഹങ്ങളോടൊന്നും മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹം അനുസരിച്ച് മാത്രം അവരെ ഗൈഡ് ചെയ്യുക. അതിന് പ്രോപ്പർ കൗൺസിലിംഗ് എടുത്തിട്ട് മാത്രം ആ കുട്ടിയെ ഒരു ഏരിയയിലോട്ട് മനസ്സിലാക്കിയിട്ട് ആ ഏരിയ സെലക്ട് ചെയ്യാൻ അവരെ നിർബന്ധിക്കുക. അല്ലാതെ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഡോക്ടറാണ്, എന്റെ മോൻ ഡോക്ടർ ആകണം, ആ ഒരു ലെവലിലോട്ട് വീട്ടിലെ മകൻ ഡോക്ടറാണ് അല്ലെ. നമ്മൾ സത്യം പറഞ്ഞ ഒരു വലിയൊരു ഐ ഓപ്പണിംഗ് തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന ഓരോ വാക്കുകളും. അത് പാരന്റ്സ് ഏറ്റെടുക്കുക എന്നുള്ളൊരു കാര്യം കൂടെ തന്നെ പറയുന്നു. താങ്ക് യു സോ മച്ച് ബെന്നി വർഗീസ് ആൻഡ് റീവ മറിയം ഫോർ ജോയിനിങ്. രാവിലെ ഈ സമയത്ത് ജോയിൻ ചെയ്തതിന് ഒരുപാട് കാര്യങ്ങൾ, ഒരു വേറിട്ട കാര്യങ്ങൾ നമുക്ക് ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വരിക, എന്തായാലും ഗംഭീരമായിട്ട് ഒരുപാട് കുട്ടികളുടെ ലൈഫിൽ ഇനിയും വെളിച്ചം തെളിയിക്കാനും സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you.